അപ്പോൾ പോളിസാക്കറൈഡ്സിൽ രണ്ടെണ്ണം സെല്ലുലോസും ഗ്ലൈക്കോജനും എന്താണെന്നുള്ളത് നോക്കാം. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത് സെല്ലുലോസിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ സെൽ വാളിൻ്റെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്വൻ്റ് ആണ് സെല്ലുലോസ്. അപ്പോൾ പ്ലാന്റ്സിൽ മാത്രമേ സെല്ലുലോസ് കാണുന്നുള്ളൂ. സെൽ വാളിൻ്റെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്വൻ്റ്, പ്ലാന്റ് സെൽ വാളിൻ്റെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്വൻ്റ് ആണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അതിൽ ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ട് C1C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത് സെല്ലുലോസിൻ്റെ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ C1C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴിയാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്ലൈക്കോജൻ നോക്കുകയാണെങ്കിൽ ആനിമൽസിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യണത് ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ്. അല്ലെങ്കിൽ ആനിമൽസിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കാർബോഹൈഡ്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യണത് ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ്. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അമൈലോപെക്റ്റിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ്. നമുക്ക് അമൈലോപെക്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അമൈലോപെക്റ്റിൻ ഏതിലാണ്? സ്റ്റാർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആയിരുന്നു അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത്. അമൈലോപെക്റ്റിനിൽ ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് തന്നെയാണ് ഉള്ളത്. ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് തന്നെയാണ് അമൈലോപെക്റ്റിനിൽ ഉണ്ടായിരുന്നത്. അതിൽ C1C4 ലിങ്കേജിൻ്റെ കൂടെ തന്നെ എന്താണ് C1C6 ബ്രാഞ്ചും ഉണ്ട്. C1C6 ലിങ്കേജിൻ്റെ കൂടെ തന്നെ C1C6 കാർബൺ ആറ്റംസ് തമ്മിൽ ബ്രാഞ്ച് ചെയിൻ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അമൈലോപെക്റ്റിൻ പ്ലാന്റ്സിലെ സ്റ്റാർച്ചിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള അമൈലോപെക്റ്റിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയതുകൊണ്ട് അതിനെ അനിമൽ സ്റ്റാർച്ച് എന്നൊരു പേര് കൂടിയുണ്ട്. ഏതിന്? ഗ്ലൈക്കോജന് അനിമൽ സ്റ്റാർച്ച് എന്ന ഒരു പേര് കൂടിയുണ്ട്. ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്.